പുതിയ വീട് വെച്ച് തൻ്റെ മക്കളെയും അവിടെ പാർപ്പിച്ച് തൻ്റെ അമ്മയും അവിടെ ആക്കാനുള്ള ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക് പറന്ന അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ച രഞ്ജിത എന്ന 39 വയസ്സുകാരി. ഒരു വർഷമായി അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനം തകർന്നത്. എന്നാൽ ഇന്നും പ്രേക്ഷകർക്ക് കണ്ണീരോടെ ഓർമ്മയുള്ളത് രഞ്ജിതയുടെ 2 മക്കളെ തന്നെയാണ്. അമ്മയും കൊച്ചുമക്കളെയും ദീപ്തമായ ഓർമ്മകളുമായി അമ്മ ഇപ്പോഴും നിൽക്കുകയാണ്. സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചിരുന്ന അമ്മ ഓർമ്മയായതിന്റെ വേദനയാണ് 2 മക്കൾക്ക്. ശരിക്കും നല്ല ജോലി കിട്ടിയെങ്കിലും അവിടെ വന്ന് ഒപ്പിട്ടതിന് ശേഷം വീടിന്റെ പണി കുറച്ച് ബാക്കിയുണ്ടെന്ന് കരുതി വിദേശത്തേക്ക് പോയതാണ് രഞ്ജിത. അവസാനം ആ പണിയെല്ലാം കഴിയുമ്പോഴേക്കും നാട്ടിലേക്ക് തിരികെ എത്തി മക്കളോടൊപ്പം സന്തോഷമായി ഇവിടത്തെ ജോലി ചെയ്ത് ജീവിക്കാമെന്ന് കരുതിയ രഞ്ജിതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് തീരാ ദുഃഖം തന്നെയാണ്. പുല്ലാട് കോഞ്ഞോൺ വീട്ടിൽ രഞ്ജിതയ്ക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അത് വല്ലാത്തൊരു വേദനയായി മാറുകയായിരുന്നുവെന്ന് തന്നെ പറയാം. എയർ ഇന്ത്യ വിമാനത്തിൽ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയിൽ വിമാന അപകടത്തിൽ മരിച്ചിട്ട് വെള്ളിയാഴ്ച 1 വർഷം തികയുകയാണ് എന്നതുകൂടി നമ്മൾ എല്ലാവരും അറിയുന്നു. 2025 ജൂൺ 12 അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിൽ 246 പേരാണ് കൊല്ലപ്പെട്ടത്. രഞ്ജിതയുടെ മക്കളായ ഇന്ദുചൂടനും ഇന്ത്യയെയും അതുപോലെ അമ്മുമ്മ തുളസി ജി നായർക്കൊപ്പം പുതിയ വീട്ടിലുണ്ട്. രഞ്ജിത ജില്ലാ ആശുപത്രിയിൽ 2019 ജോലിക്ക് പ്രവേശിച്ചിരുന്നു. പിന്നീട് അവധിയെടുത്ത് വിദേശത്തേക്ക് ജോലിക്ക് പോയി. മരിക്കുന്നതിന് 1 മാസം മുൻപ് ലണ്ടനിലെ ജോലി അവസാനിപ്പിച്ച് തിരികെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ജോലിക്ക് കയറാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതാണ്. എന്നാൽ അപേക്ഷ സ്വയം സാക്ഷ്യപ്പെടുത്താൻ വിട്ടുപോയി. ഇത് ചെയ്യാൻ ഇവർ വീണ്ടും ജൂണിൽ നാട്ടിലെത്തി. ഇംഗ്ലണ്ടിലെ ജോലി അവസാനിപ്പിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വീണ്ടും അവിടേക്ക് പോയി. ആ യാത്ര അവസാനത്തേതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്ക് മക്കളുടെ അടുക്കിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു അമ്മ തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് അവിടേക്ക് തിടുക്കം വെച്ച് വീണ്ടും പോയതെന്ന് കൂടി പറയാം. തിരിച്ചു വരുന്നതിന് മുൻപ് വീട് പണി പൂർത്തിയാക്കാനും ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ രഞ്ജിതയുടെ മരണശേഷമാണ് വീട് പണി പൂർത്തിയാക്കാനായത്. അപകടത്തെ തുടർന്ന് വിമാന കമ്പനി നഷ്ടപരിഹാരം നൽകിയിരുന്നു. ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിനായി തന്നെ യാത്രക്കാരുടെ ബന്ധുക്കളും കൂട്ടായ്മയും ഹൈക്കോടതിയിലേക്ക് പോവുകയും കേസിൽ തന്നെ പോവുകയും രഞ്ജിതയും കുടുംബവും കക്ഷി ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1 വർഷം പിന്നിടുമ്പോൾ മകളുടെ നിക്ഷേപവും ചിട്ടിക്കും അടച്ച പണവും തിരികെ ലഭിച്ചിട്ടില്ലെന്ന് രഞ്ജിതയുടെ മാതാവ് തുളസി പറയുന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിന്റെ പുല്ലാട്ടെ ബ്രാഞ്ച് തുക നൽകിയെങ്കിലും കോഴഞ്ചേരി ബ്രാഞ്ച് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടു. ബാങ്ക് നിക്ഷേപവും ഇൻഷുറൻസ് തുകയും കിട്ടുന്നതിന് ഇതേ പ്രതിസന്ധിയുണ്ട്. സർക്കാർ സഹായം കിട്ടിയില്ല എന്നും സർക്കാരിൽ നിന്ന് കുടുംബത്തിന് സാമ്പത്തിക സഹായം ഒന്നും ലഭിച്ചില്ല എന്നും രഞ്ജിതയുടെ ഹാൻഡ് ബാഗും ചില സർട്ടിഫിക്കറ്റുകളും ലഭിച്ചിട്ടുണ്ടെന്നും 6 മാസം മുൻപ് വിമാന കമ്പനിയുടെ മെയിൽ വന്നിരുന്നുവെന്നും എന്നാൽ ഇതുവരെ കൈമാറിയിട്ടില്ല എന്നും അറിയുന്നു. അപകടത്തിൽപ്പെട്ടപ്പോൾ ധരിച്ചിരുന്ന മാലയും വളയും നേരത്തെ തിരികെ നൽകിയിരുന്നു. സഹോദരങ്ങൾ പല പ്രാവശ്യം വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. രഞ്ജിത മരിച്ച നാളിൽ കുടുംബം തോട്ടപ്പള്ളിയിൽ പോയി ബലിതർപ്പണം നടത്തിയിരുന്നു. വെള്ളിയാഴ്ച രഞ്ജിതയുടെ സഹോദരനും ബന്ധുക്കളും വീട്ടിൽ ഒത്തുചേരും. പഠിച്ച് ISROയിൽ ജോലി ചെയ്യണമെന്നാണ് ഇന്ദുചൂടന്റെ ആഗ്രഹം. മകൾ ഇതിക 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.